ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാൻ പോവുകയാണ്. ഞാൻ ഒരാളെ ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് ആശ്വസിപ്പിച്ച ഒരു കഥ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുമായിരുന്നല്ലോ. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അസുഖം ഉണ്ടായിരുന്നെന്നും 2004 ആ സമയത്ത് എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അതേ അസുഖം ഉണ്ടായിരുന്ന എല്ലാം കുറച്ചും പ്രായമുള്ള ഒരു ചേച്ചിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്തും അല്ലാതെയൊക്കെ ഞാനും ചേച്ചിയുമായിട്ട് ഒക്കെ നല്ല പരിചയമായിരുന്നു. അപ്പോൾ ഡോക്ടർമാരും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചേച്ചി ഒരു അസുഖം വന്നതിന് ശേഷം ഒരു ദുഃഖപുത്രിയായിട്ടാണ് ചേച്ചിയുടെ തുടരെയുള്ള കുറേ ദുഃഖങ്ങളാണ് ചേച്ചിയെ ഇങ്ങനെ. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ നമുക്ക് സംഭവിക്കുന്നത്. അതുപോലെ ഒരു ആളായിരുന്നു ചേച്ചി. പക്ഷേ എപ്പോഴും അതിൽ നിന്നൊക്കെ മാറി അസുഖങ്ങളിലൊക്കെ മനസ്സിന് നല്ല ധൈര്യമായിട്ടും ഒക്കെയാണ് കാണാറുള്ളതും ഒക്കെ. ഡോക്ടർമാരാന്നേലും എപ്പോഴും പറയുമായിരുന്നു, രത്നമ്മ എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ചേച്ചി ഇന്നില്ല, മരിച്ചുപോയി. അപ്പം 5 വർഷത്തിന് ശേഷം ചേച്ചിയുടെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറി, മരുന്നിൽ നിന്നൊക്കെ മാറി ചെക്കപ്പ് മാത്രമായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എൻ്റെ അസുഖം 5 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് അസുഖമായി. ഞാൻ 10 വർഷത്തോളം വീണ്ടും ട്രീറ്റ്മെൻറ്റിലും ചെക്കപ്പിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന 2014 ഞാൻ പിന്നീട് ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് ബന്ധങ്ങളൊക്കെ അങ്ങ് വിട്ടു. 2014 ഞാൻ പിന്നീട് ചേച്ചിയെ കാണുന്നത്. അപ്പം ഞാനും ചെക്കപ്പിൽ, ചേച്ചിയും ചെക്കപ്പിൽ വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓടി അടുത്ത് ചെന്നു. പക്ഷേ അന്ന് ഹസ്ബൻഡിനെ അല്ല, ഹസ്ബൻഡാണ് കൂടെ വരുന്നത്. ഹസ്ബൻഡിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത നമ്പറിൽ കയറാൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ചേച്ചി എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് അടുത്തത് വിളിക്കും, അപ്പം പിന്നെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പം ചേച്ചിയുടെ മുഖം വളരെ വിഷമതയോടുള്ള ഒരു മുഖഭാവമാണ് കാണാൻ പറ്റിയത്. പിന്നെ അടുത്ത ചെക്കപ്പിലും സ്കാനിങ്ങിലും ഒക്കെ വിട്ടു. അതുകൊണ്ട് അവർ ആ വഴിക്ക് പോയി. ഞാൻ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്താണ് കാരണം. അപ്പം എന്നോട് പറഞ്ഞു, രതി എനിക്ക് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. അയ്യോ, അതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഹസ്ബൻഡ് അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും അന്നൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും ചേച്ചി ഒരുപാട് വിഷമങ്ങളിൽ കൂടി പോയി. അപ്പോൾ ഈ ചേച്ചിയുടെ ഇടയ്ക്കുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ, ചേച്ചിക്ക് അസുഖം ഉണ്ടായി 2 വർഷത്തിന് ശേഷം ചേച്ചിക്ക് ഒരു മോനുണ്ടായിരുന്നത് 19ാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മോൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പിന്നെ ഒരു മോളാണ് ഉള്ളത്. അത് 10ലോ 12ലോ അങ്ങനെ പഠിക്കുന്ന ഒരു സമയം ആ കുഞ്ഞ്. അപ്പം പിന്നെ ഞങ്ങൾ 10 വർഷത്തിന് ശേഷമാണല്ലോ കണ്ടത്. അപ്പോൾ ചേച്ചി ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു, എന്നെ വിട്ടുപോയി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അടുത്തൊക്കെ കരച്ചിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അന്ന് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല, ഞാനങ്ങ് വെച്ചു. പിന്നെ ഞാൻ അടുത്ത ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ചേച്ചിയെ വിളിച്ചു. അയ്യോ രതിയെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു, അന്ന് എനിക്ക് വിഷമമായി പോയി. അപ്പം ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് എളുപ്പം മരിച്ചതിൻ്റെ പിറ്റേ വർഷമാണ് ചേച്ചി വീണ്ടും ഡോക്ടറെ അടുത്ത് വരുന്നത്. ചേച്ചിക്ക് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അസുഖമായിട്ട് ഡോക്ടറുടെ ഇതിൽ വന്നതാണ് അന്ന് ഞാൻ കണ്ടത്. എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണെന്നും ഇന്ന ദിവസം പോകണമെന്നും. ചേച്ചിയുടെ 2 സഹോദരന്മാരുണ്ട്, അവരാണ് ചേച്ചിയെ കൊണ്ടുവരുന്നത്. മോള് കല്യാണം കഴിച്ച് പോയ വിവരമൊക്കെ എനിക്കറിയായിരുന്നു. മോള് കല്യാണം കഴിച്ച് നല്ലതായിട്ട് പുറത്ത് എവിടെയോ മോള് ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു മോനും. എപ്പോഴും അതാണ് ചേച്ചി എപ്പോഴും സന്തോഷമായിട്ട് പറയാറുള്ളത്.
അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കുട്ടിയാണ് എപ്പോഴും എന്തോ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ 1 രൂപ പോലും സഹോദരങ്ങൾ നോക്കിയാലും 1 രൂപ പോലും അവരുടേതൊന്നും എടുക്കാൻ ഈ മോൾ സമ്മതിക്കത്തില്ല. മോൾക്ക് ജോലിയുള്ളതാണ്, സമ്മതിക്കത്തില്ല. എല്ലാ ചിലവുകളും ഈ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത്. വന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും അതാണെല്ലാം ചെയ്തു കൊടുക്കാറുള്ളത്. എല്ലാ സമയങ്ങളിലും ഓടി ഓടി ഒരു 10 ദിവസത്തേക്കെങ്കിലും വന്ന് ചേച്ചിയെ നോക്കാറുമുണ്ട്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി ആ കുഞ്ഞ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് മിക്ക ദിവസങ്ങളിലും ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ആശ്വാസ വാക്ക് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തത്, അപ്പം ഞാൻ ഈ 10 വർഷത്തോളം ചികിത്സയും കാര്യമായതുകൊണ്ട് എൻ്റെ ഒരു കൊച്ചച്ഛൻ ഉണ്ടെന്ന് മരിച്ചുപോയി. കൊച്ചച്ഛൻ എൻ്റെ ഡോക്ടറുടെ അടുത്ത ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ നന്നായിട്ട് അറിയാം. പക്ഷേ 2 പ്രാവശ്യം അസുഖം വന്നതും ഒക്കെ കൊണ്ട് എന്നെ എല്ലാവർക്കും കുറേ പേർക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ. അപ്പം ഡോക്ടർ എന്നോട് പറയുമായിരുന്നു, മറ്റുള്ളവരെ ഇത്രയും വലിയൊരു അസുഖമൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ രീതിക്ക് പറ്റും, അത് ചെയ്യാൻ പറ്റുന്നത്രയൊക്കെ ചെയ്തു കൊടുക്കണം. ഞാനങ്ങനെ മറ്റുള്ളവരെ എൻ്റെ അസുഖങ്ങളെ കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിട്ടാണെങ്കിലും ഞാനത് ചെയ്യുന്ന ഒരു ആര് എൻ്റെ മുമ്പിൽ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു വന്നാലും എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഒരു ഉത്തരം കൊടുത്തതാണ്. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ അതൊരു എവിടോ ഒരു ഓർക്കുമ്പോൾ ഒരു നോവ് പോലെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഞങ്ങളുടെ ഡോക്ടറെന്ന് പറഞ്ഞാൽ ഡോക്ടർ എപ്പോഴും പറയും, എത്ര വലിയ അസുഖമാണെങ്കിലും അസുഖത്തിൻ്റെ ഗൗരവം നമ്മളോട് പറഞ്ഞു തരും. ആ അസുഖം ഞാൻ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സാധാരണ ആളുകളെ പോലെ നിങ്ങൾ പോകും. പക്ഷേ രോഗം മാറില്ലെന്ന് ചിലപ്പോൾ ചില രോഗങ്ങൾ മാറത്തില്ല. പക്ഷേ എന്നാലും ഡോക്ടർ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം രോഗം ഒരു കുഴപ്പമില്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് ഡോക്ടർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത് എല്ലാവർക്കും കേൾക്കുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ്. നമ്മളിപ്പോൾ എത്ര വലിയൊരു അസുഖമാണെങ്കിലും നമ്മൾ കുറച്ച് മരുന്നെടുത്തുകൊണ്ട് സാധാരണ രീതിയിൽ പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മുടെ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്, നമ്മളോട് പറഞ്ഞു തരുന്നതൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ കുഞ്ഞിനെ ഇനിയും ചേച്ചിക്ക് ബന്ധമായിട്ടുള്ളത് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് ആശ്വാസം കൊടുക്കുക. അത് ദൂരെ ഇരിക്കുന്നു, കാണാൻ പറ്റുന്നില്ല. അടുത്ത് നിൽക്കുന്നതായിരുന്നെങ്കിൽ അത് എല്ലാ വിവരങ്ങളും കണ്ടു മനസ്സിലാക്കി അമ്മയെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ഒരു ഇതിലോട്ട് വന്നേനെ. അതിന് പറ്റുന്നില്ല. അവിടെ ഇരുന്ന് ജോലിക്ക് പോകുന്ന ഒരാളും കൂടെ. അപ്പോൾ അവിടെ ഇരുന്ന് ഈ കുഞ്ഞ് വിഷമിക്കും. അതുകൊണ്ട് ചേച്ചി ഒരു കാരണവശാലും ചേച്ചി കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ നോക്കരുത്, അതിന് ആശ്വാസം കൊടുക്കണം. മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്നിവിടെ സുഖമായിട്ട് താമസിക്കുന്നു, എൻ്റെ ചികിത്സയ്ക്കൊക്കെ എൻ്റെ സഹോദരങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ, മോളെ വരണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്ന് പറഞ്ഞാലും അത് സമയത്ത് ഓടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മോൾക്ക് ആശ്വാസം കൊടുക്കണം. പിന്നെ ചേച്ചി ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇത്രയൊക്കെ ഏജായി, നമ്മളൊക്കെ ഒരിക്കലും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നവരല്ല. നമ്മളൊക്കെ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. നമ്മളൊക്കെ ഇത്രയും ആളും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡോക്ടർ നമ്മളെ കൊണ്ടുപോയി. നാളെ നമുക്ക് മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അതിനെ സന്തോഷത്തോടെ ചേച്ചി നേരിടണം എന്ന് ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ ഒരു തേങ്ങലോടുകൂടിയാണ് ചേച്ചി അത് കേട്ടതെന്ന് എനിക്ക് അന്നേരം തോന്നി. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ചേച്ചി മോളെ കാര്യം ദൂരെ ഇരിക്കുന്ന കുഞ്ഞിനെ ഇനി അതേ ഉള്ളൂ ബന്ധമായിട്ടുള്ളത്, അതിനെ വിഷമിപ്പിക്കാതെ ചേച്ചി അതിന് ധൈര്യം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. നമുക്ക് ഇത്ര ഏജൊക്കെ ആയല്ലോ, എൻ്റെ അതേ ഒരു മനോഭാവമാണ്. നാളെ എന്തോ സംഭവിച്ചാലും ഞാൻ ധൈര്യത്തോട് മുന്നേറും എന്നുള്ള ഒരു സ്വഭാവം എന്നിലുണ്ട്. കാര്യം അതുകൊണ്ടായിരിക്കും 2 തവണ അസുഖം വന്നിട്ട് ഞാൻ ഇന്നും വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ച് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും കാരണം എൻ്റെ ധൈര്യമാണെന്ന് മിക്കവരും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ഉപദേശം കൊടുത്തത്. പക്ഷേ ആ ഉപദേശം കേട്ടപ്പം ഒരു തേങ്ങലുണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരാഴ്ചത്തേക്ക് എനിക്കും വിഷമമാണ്, ചേച്ചിയോട് ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് ശരിയായി പോയോ എന്ന്. പക്ഷേ ഒരാഴ്ചക്കകത്ത് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ എനിക്ക് തിരിച്ച് കിട്ടി. മോളും എന്നെ വിളിച്ചു, ഈ അമ്മ വിളിച്ചതിന് ശേഷം
മോള് വിളിച്ചത് എന്നെ അമ്മയെന്ന് തന്നെ വിളിച്ചു. അമ്മ പറഞ്ഞു കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായി പോയി. അമ്മ അതിന് ശേഷം ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടുപിടിക്കുകയാണ്. എന്നെ എപ്പോഴും വിളിക്കും, മോൻ ധൈര്യമായിട്ടിരിക്കുക, അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല, അമ്മ സന്തോഷമായിട്ട് തന്നെയാണ് കഴിയുന്നത്. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞ് രതി എനിക്ക് തന്ന ആ ഉപദേശം വളരെ സന്തോഷമുള്ളതായിരുന്നു. ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ മോളെ എപ്പോഴും വിളിക്കാറുണ്ട്, എപ്പോഴും അതിന് ധൈര്യം കൊടുക്കാറുണ്ട്, എല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു ആശ്വാസം. അത് നമ്മൾ ആർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അത് അങ്ങനെ ചെയ്യാൻ നമുക്ക് മറ്റൊന്നും ഇപ്പോൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ ഒരാൾക്ക് ഒരു സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന ഒരാൾക്ക് എൻ്റെ അടുക്കൽ ഒരുപാട് പേര് വരും. കാര്യം ഞാൻ ഇന്ന് അതുപോലെ അനുഭവങ്ങളിൽ കൂടാണ് ഞാൻ വന്ന് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ആ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കിപ്പം ചെറുതായിട്ടൊരു അസുഖമാണെങ്കിൽ ഞാൻ അതിനെ വലുതാക്കി കാണിച്ചിട്ടാണ് എനിക്ക് ഇത്ര അസുഖം വന്നിട്ട് ഞാൻ തിരിച്ചു വന്നു എന്നാണ് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകണം. നമുക്ക് ഒരിക്കലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കൊരു സമാധാന വാക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും വലുതായിരിക്കും. അതാണ് നിങ്ങളോട് ഇന്ന് നടന്ന ഒരു സംഭവമാണ് നിങ്ങളോട് പറയാൻ ഞാൻ വന്നത്. ഓക്കെ.